ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടാലോ. നമ്മുടെ ഭൂമിജയുടെയും അജയുടെയും കുറേ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ സൗഭാഗ്യ ഭവനിൽ വലിയൊരു കുടുംബ പൂജ നടക്കുകയാണ്. അപ്പം നമ്മുടെ ഭൂമിജ പൂജയ്ക്ക് വേണ്ട പായസവും പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നു. പക്ഷെ നമ്മുടെ ഭൂമിജയുടെ ആ ഒരു വരക്കം നമ്മുടെ അഞ്ജനയ്ക്കും ഭവാനിക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം മുത്തശ്ശിയാണെങ്കിലും ശരി, സംഗീതയാണെങ്കിലും ശരി, ഭൂമിജയെ ആ വീട്ടിലൊരു കുട്ടിയെ പോലെ കരുതി അവൾക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ അഞ്ജന ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അഞ്ജന നോക്കുമ്പം അജയായിട്ട് നമ്മുടെ ഭൂമി സംസാരിക്കണു, ഓവറായിട്ട് അജയിനെ വഴക്ക് പറയും പോലെയൊക്കെയുള്ളൊരു ഇതൊക്കെ കാണുമ്പോൾ അഞ്ജനയ്ക്ക് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ ആ ഒരു മുറുമുറുപ്പ് നമ്മുടെ അഞ്ജനയുടെ മനസ്സിലുണ്ട്. അപ്പം അത് ഭവാനിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഏതാ അമ്മ അവൾ കുറെ നേരമായിട്ട് ഇവിടെ വലിയ ആളായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ വലിയ പെറ്റായിട്ട് നടക്കണുണ്ട് എന്നൊക്കെ അഞ്ജന വന്ന് നമ്മുടെ ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോ പൂജ തുടങ്ങി, തിരുമേനി പൂജയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം പൂജാ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ആ വീട്ടിലെ തന്നെ ഒരു സർവന്റ് ആയിട്ടുള്ള ചേച്ചിയാണ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ അത് കുറച്ച് വൈകി പൂജാരിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഭൂമിയും കൂടെ ആ ചേച്ചിയുടെ കൂടി സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും നമ്മുടെ ഭൂമി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് അവര് പൂജയുടെ ആ മഹാലക്ഷ്മിയുടെ ഒരു നിലവിളക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി ചെന്നിട്ട് ആ നിലവിളക്ക് എടുത്തുകൊണ്ട് വരെയാണ്. ആ നിലവിളക്ക് കൊണ്ടുവന്ന് അത് തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരുമേനി അത് ദീപം തെളിയിച്ച് അത് ഇങ്ങനെ ഒഴിയാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സംഗീതയും മാധവനുമാണ് ആദ്യം. കാരണം അവരാണല്ലോ കുടുംബത്തിൽ ഇപ്പോ നിൽക്കുന്ന ആ ഒരു ഇതായിട്ട് നിൽക്കുന്ന ദമ്പതികള്. അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ഇത് ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ അഞ്ജനയ്ക്ക് ഒരു ആഗ്രഹം, അഞ്ജനയും അജയും കൂടെ ചേർന്നിട്ട് ആ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ അത് ഭവാനിയോട് ചെന്ന് പറയുമ്പോൾ ഭവാനി മുത്തശ്ശിയോട് ചോദിക്കാൻ പറയും. അങ്ങനെ അഞ്ജന മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ തിരുമേനി പറയും, അത് കുഴപ്പമില്ല, ഇനിയിപ്പോ അടുത്ത ഭാവി ഭാര്യയും ഭർത്താവും ആകാനുള്ളവരല്ലേ, അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ടും നല്ലതാണെന്ന് പറയാം. അങ്ങനെ സംഗീതയും മാധവനും ചെയ്തതിന് ശേഷം അടുത്ത നമ്മുടെ അഞ്ജനയും അജയും കൂടെ ചേർന്നിട്ട് ആരതി ഇങ്ങനെ ഒഴിയണം കേട്ടോ. അപ്പൊ ഒഴിഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമി തൊട്ട് പുറകെ തന്നെ നിൽക്കുന്നുണ്ട്. അജയുടെയും നമ്മുടെ അഞ്ജനയുടെയും പുറകിൽ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ അജയുടെ കയ്യിലിരുന്ന് മൊബൈൽ ജസ്റ്റ് ഒന്ന് റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ റിങ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് ആ വൈബ്രേഷൻ കൊണ്ട് അവര് നിലവിളക്ക് വെച്ചിരുന്ന ആ തട്ട് ജസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞു പോകാനായിട്ട് പോയായിരുന്നു. ഭൂമി പെട്ടെന്ന് തന്നെ അത് കയറി പിടിക്കുകയാണ്. അങ്ങനെ ഒടുവില് ആ ആരതി ഒഴിയുന്നത് നിർത്താണ്ട് തന്നെ അജയും അതുപോലെ നമ്മുടെ ഭൂമിയും കൂടെ ചേർന്ന് അതങ്ങ് ഒഴിയാണ്. അപ്പൊ അഞ്ജന കുറച്ച് 2 സ്റ്റെപ്പ് പുറകിലോട്ട് അങ്ങ് മാറുകയാണ്. അപ്പൊ ഇത് കണ്ട് എല്ലാരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്, എവളെന്തിനാ ഇവിടെ കയറിയത് എന്നുള്ള രീതിയിൽ. ഭവാനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നിട്ട് കടിച്ചു കീറണ ദേഷ്യ. അവൾ എന്തിന് എവിടെയോ കിടന്നവള്, തെരുവിൽ കിടന്നവള് വന്ന് കാണിക്കണ കണ്ടില്ലേ, അജയുടെ ഒപ്പം നിന്ന് അവൾ അത് ആരതി ഒഴിഞ്ഞിക്കണു എന്ന രീതിയിൽ. അങ്ങനെ ആരതി ഒഴിഞ്ഞ് അവരങ്ങ് മാറും. അപ്പോഴേക്കും ഭവാനി, എടി നീ എന്തർത്ഥത്തിലാടി ആരതി ഒഴിയാനായിട്ട് നിന്നത്? അഞ്ജനയും പറയുന്നുണ്ട്, എവിടെയോ കിടന്ന തെരുവിൽ കിടന്ന് അവള് കയറി വന്നേക്കണ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭവാനിയും ഈ നമ്മുടെ അഞ്ജനയും കൂടെ ഭൂമിയെ കുറെ വഴക്ക് പറയണം കേട്ടോ. അപ്പൊ ആകെ എല്ലാരും പെട്ടെന്നങ്ങ് ഒരു ഷോക്കായി പോയി. പെട്ടെന്ന് ആ ഒരു ഇത് വിളക്ക് മറിയാനും പോയി. വിളക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുശകുനമാണ്. അത് കരുതിയിട്ടാണ് ഭൂമി ജസ്റ്റ് പെട്ടെന്ന് അത് കയറി അങ്ങ് പിടിച്ചത്. അപ്പോഴേക്കും തിരുമേനിയുടെ അടുത്ത് മുത്തശ്ശി ചോദിച്ചു, എന്ത് പറ്റി തിരുമേനി, എന്താണ് ഒരു ദുശകുനം പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ തിരുമേനി പറയും, പേടിക്കണ്ട അമ്മേ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആ ആരതി കയ്യിൽ നിന്ന് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന്, ഈ സൗഭാഗ്യ കുടുംബത്തിന് ഒരു മോശം കാലം വന്നനെ. അപ്പൊ എന്തായാലും ആ കുട്ടി അത് തടഞ്ഞ് അത് താഴെ വീഴാണ്ട് നോക്കിയത് ഭാഗ്യമായെന്ന് പറയാം. അപ്പൊ മുത്തശ്ശിക്ക് സന്തോഷമാവേണ്. കാരണം ഭൂമി അത് പിടിച്ചത് കൊണ്ടാണല്ലോ അത് താഴെ വീഴാണ്ട് പോയത്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ സമയം നമ്മുടെ ഭവാനിക്കും അഞ്ജനിക്കും ദേഷ്യം അടക്കാൻ പറ്റിയില്ല ഭൂമിയോടുള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങൾ നിൽക്കുന്നവരോട് എല്ലാവരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇനി വരുന്ന നല്ലൊരു മുഹൂർത്തത്തില് നമ്മുടെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം നടത്തണം. അപ്പൊ ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വന്ന ശേഷമേ അതെന്നാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണുള്ളൂ എന്ന് മുത്തശ്ശി പറയാണ്.
അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഭവാനിക്ക് സന്തോഷമായി. ഓ, മോളുടെ കല്യാണ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ എന്തായാലും അതിനൊരു തീരുമാനമായി. അഞ്ജനയ്ക്ക് സന്തോഷമായി, അപ്പൊ ഭൂമിക്കും സന്തോഷമായി വേണം. പക്ഷെ അജയുടെ മുഖത്ത് വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം വെച്ചാൽ അജയ്ക്ക് ഒരിക്കലും നമ്മുടെ അഞ്ജനേനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, അജയുടെ ആ ഒരു കഴിഞ്ഞ കാലം, അജയുടെ ലവ് അഫെയർ ഫെയിൽ ആയതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ അജയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അഞ്ജനയും മാധവി അല്ല ഭവാനിയും കൂടെ മാറി നിന്ന് എന്തായാലും ചെറിയൊരു ആശ്വാസമായി. അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, എന്തായാലും നമ്മൾ ആ യുദ്ധം തുടരട്ടെ അല്ലേ അമ്മേ, പോകുന്നിടത്തോളം പോട്ടെ. അപ്പോഴേക്കും നമ്മുടെ സത്യദാസ് ഇവരുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ അഞ്ജനെ, എന്ത് കാര്യത്തിനും വല്യച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഭവാനി പറയും, ഭവാനിക്ക് സത്യദാസിനെ കാണാൻ പാടില്ലല്ലോ, വല്യച്ഛനാണോ കൂടെ വേണ്ടത്? എവിടെ അവളുടെ അച്ഛൻ, എവിടെ സാഗർ, എവിടെയാ? ഇന്ന് സാഗർ ഈ സമയത്ത് ഉണ്ടായിരുന്ന അവളുടെ വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്ന സമയത്ത് എന്റെ സാഗർ ഉണ്ടായിരുന്നെങ്കിലുള്ള സന്തോഷം അത് ആരാ കെടുത്തി കളഞ്ഞതെന്ന് പറയും. പിന്നെ സത്യദാസ് ഒന്നും പറയാൻ നിന്നില്ല. കാരണം ഭവാനിയായിട്ട് സത്യദാസ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലോട്ട് എത്തും. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയാണ്ട് സത്യദാസ് അവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മുടെ അഞ്ജനയ്ക്ക് വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഒരു സ്നേഹം കൂടുതലാണ്. കാരണം അഞ്ജനയോടും സത്യദാസ് നല്ലൊരു സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ അഞ്ജനെ പറയാം, അമ്മ എപ്പോഴും ഗോൾ അടിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാറില്ലല്ലേ എന്നിങ്ങനെ പറയും. ഞാൻ ഒരിക്കലും പാഴാക്കാറില്ല എന്ന് പറഞ്ഞ് ഭവാനി ഒരു എന്താ ഒരു വൈരാഗ്യ ഒരു ഫേസോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന സീനാ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയും, ഞാനേ ആ ഒരു ചായക്കടക്കാരീനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് ചെല്ലും. അപ്പോഴേക്കും നമ്മുടെ ഭൂമി കൊണ്ടുവന്ന പാത്രങ്ങളും ആ തൂക്കുപാത്രവും മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതെല്ലാം ബിഗ് ഷോപ്പറിലോട്ട് ആക്കിയാണ്. അപ്പൊ അഞ്ജനയുടെ അടുത്ത് ചെന്നിട്ട്, അതെ, നീ ഇവിടെ കിടന്ന് വലിയ ആളായി വലിയ ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്, എടി നിനക്ക് എന്ത് യോഗ്യതയാണ് ഈ കുടുംബത്ത് കാലുകുത്താനുള്ളത്? അപ്പൊ പറയാ, ഓ അഞ്ജനെ, നീ അത് അഞ്ജനയോ? വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ അങ്ങനെയാണോ നീ വിളിക്കേണ്ടത്? അപ്പൊ ഓ സോറി മേഡം എന്ന് ഭൂമി പറയോട്ടോ. എന്നിട്ട് ഭൂമി പറയും, അതെ, ഞാൻ ഈ വീട്ടിലെ അപഹരിക്കാനോ നിങ്ങളെ ആരെങ്കിലും തരം താഴ്ത്താനോ ഒന്നുമല്ല. അന്നേരം ആ വിളക്ക് ചരിഞ്ഞപ്പോ അത് താഴെ പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ ഭൂമി അഞ്ജനയോട് പറയണ്. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നൊക്കെ എനിക്കറിയാടി. അതെ, അജയും എന്റെയും വിവാഹം നടക്കാൻ പോവണേ. ഞാൻ അജയുടെ മുറപ്പെണ്ണാണ്. അയ്യോ, അതിന് ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ, നല്ല കാര്യമല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പറയും, നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിന്റെയൊക്കെ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ തെരുവി കിടക്കണം നിന്റെ അടുത്തൊക്കെ എന്തു പറയാനാ? വെറും ചായക്കടക്കാരി, കണ്ട ആൾക്കാർ തിന്നുന്ന പാത്രവും കഴുകി എച്ചില് വരി നടക്കുന്നവളല്ലേടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാസ ഡയലോഗ് അഞ്ജന ഭൂമിയോട് അടിക്കാനായിട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അഞ്ജന ഒന്നും മിണ്ടല്ല. അഞ്ജന മിണ്ടാണ്ട് തന്നെ നിൽക്കും. എന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് എവള് പറയുന്ന പോലെ തന്നെ തിരിച്ച് ഡയലോഗ് അങ്ങോട്ട് പറയും. കാരണം ആ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഭൂമിയും അഞ്ജനയോട് പറയാം. പക്ഷെ അഞ്ജന അത് കഴിഞ്ഞിട്ട് അടിക്കുന്ന ഡയലോഗ് ഭൂമിയെ വല്ലാണ്ട് തളർത്തി കളയുന്ന കാര്യം വേറൊന്നുമല്ല. കാര്യം നീ വെറും ചെറ്റയടി, നിന്റെ തന്ത അതീന്നും വലിയ ചെറ്റയായിരിക്കും എന്ന് വെച്ചാൽ തന്തയ്ക്ക് പിറന്നവളല്ലേ എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു ടോക്ക് അഞ്ജന പറയൂട്ടോ. ഭൂമി എത്രയൊക്കെ പറഞ്ഞാലും തന്റെ അച്ഛനെ പറഞ്ഞാൽ ഭൂമി അത് സഹിക്കില്ല, ക്ഷമിക്കാനും പറ്റില്ല. ഭൂമി ഒരൊറ്റ അടി അങ്ങ് അഞ്ജനയുടെ മൂത്ത് കൊടുക്കണേ. അടിക്കണതും നമ്മുടെ അജയ് കടന്നു വരുന്നത് ഒരുമിച്ചാട്ടോ. അപ്പൊ അജയ് ചോദിക്കും, നീ വീട്ടിൽ കയറി വീട്ടിലുള്ളവരെ തല്ലാൻ തുടങ്ങിയോടി എന്ന് ചോദിക്കും. അപ്പോഴേക്കും ഭൂമി പറയും, ആര് അവരെന്നല്ല, ഇനി CI അല്ല, ഇനി IPS കാരനാണെങ്കിലും എന്റെ അച്ഛനെ തന്തയ്ക്ക് പറഞ്ഞവളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേട്ട് നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല സാറേ എന്ന് പറഞ്ഞു. ഇനി സാറാണെങ്കിലും ശരി, ഇനി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നാലും ശരി, എന്റെ അച്ഛനെ ഒരാൾ പറഞ്ഞ് ഞാനത് സഹിക്കില്ല എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോട് ഭൂമി അവിടുന്ന് ആ കിറ്റൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയാണ് കേട്ടോ. ആ സമയം തന്നെ പതുക്കെ അഞ്ജനയും വലിയും. കാരണം എന്ന് വെച്ചാൽ അഞ്ജനയുടെ ഭാഗത്താണ് തെറ്റ്. അജയ് ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മാധവൻ എന്തോ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഒരു 10 lakhs കൊടുക്കാനായിട്ട് അവരെ റൂമിൽ നിന്ന് 10 ലക്ഷം രൂപ പൊതിഞ്ഞെടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ഭൂമി അവിടെ നിന്ന് മറ്റേ കാർപോച്ചിന്റെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മാധവൻ ഈ പൊതിയായിട്ട് കാറിലോട്ട് കയറുന്നതും മാധവന്റെ കയ്യിൽ നിന്ന് 2 കെട്ട് 500-ന്റെ നോട്ട് താഴെ പോവാണ്. അപ്പൊ ഇത് ഭൂമി കാണും. അപ്പൊ ഭൂമി അപ്പൊ തന്നെ ഓടി ചെന്ന് ആ കെട്ട് എടുത്തിട്ട് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും കാർ അങ്ങ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പൊ ഭൂമി ആ പണം എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഭൂമിയുടെ മനസ്സിൽ പണത്തിന് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അച്ഛന്റെ ആരോഗ്യം, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഭൂമിയുടെ മൈൻഡിൽ കയറി വരും. പക്ഷെ അതൊന്നും ഭൂമി വകവെക്കില്ല കേട്ടോ. ഭൂമി
ആ പണം തിരിച്ചു കൊണ്ടുവന്ന് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അന്നേരം സംഗീതയും അഞ്ജനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവര് പൂജയെ കുറിച്ചും പിന്നെ ഇനി ഭാവി എൻ്റെ മരുമകളാവാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമി മുത്തശ്ശിയുടെ അടുത്തും അവരുടെ അടുത്തൊക്കെ ചെല്ലുന്നത്. എന്നിട്ട് പറയും, മാധവൻ സാറിന്റെ കയ്യിൽ നിന്ന് കാറിൽ കയറുന്ന സമയത്ത് നോട്ട് 2 താഴെ വീണു മുത്തശ്ശി. അപ്പൊ അത് ഞാൻ വിളിക്കുന്നതിന് മുന്നേ സാറ് കാർ എടുത്തുകൊണ്ട് പോയി അത് ഏൽപ്പിക്കാനാ വന്നതെന്ന് പറയും. അപ്പൊ മുത്തശ്ശിക്ക് വല്ലാത്തൊരു, അവളുടെ ആ സത്യസന്ധതയിലും ഭൂമിയുടെ സത്യസന്ധതയിലും അവളുടെ ആ നിഷ്കളങ്കമായ ഒരു രീതിയിലും വല്ലാത്ത വിഷമമാണ്. അതിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്തിട്ട് ഭൂമിക്ക്, മോൾ ഇത് മുത്തശ്ശിയുടെ ഒരു സമ്മാനമായിട്ട് കരുതി ഇത് വെക്കണോന്ന് പറയണ. അപ്പോഴേക്കും ഭൂമി പറയും, വേണ്ട മുത്തശ്ശി, ഞാൻ ഇപ്പൊ ഈ പണം മേടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തതിന്റെ ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു കൂലിയായി പോകും. അതുകൊണ്ട് എനിക്ക് ആ പണം വേണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പം ഭക്ഷണം കഴിച്ചോ, ഞാൻ കഴിച്ചോളാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഭൂമി മുത്തശ്ശിയോടും സംഗീതയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവേണ്. ഇതേ സമയം നമ്മുടെ അച്യുതൻ വീട്ടിൽ നിന്ന് ഒരു പൂജാ സാധനം എന്തോ നമ്മുടെ ഭൂമി മറന്നു പോയിട്ട് കൊടുക്കാനായിട്ട് വന്ന സമയത്ത് ഈ വീട്ടില് ആദ്യമായിട്ട് വരിക, അവിടെ വെച്ച് നമ്മുടെ ഭവാനിയെ കാണുകയാണ്. അങ്ങനെ അച്യുതൻ ആകെ പേടിച്ച് വിറയ്ക്കണം, ഈ വീട്ടിലെ സ്ത്രീയാണോ? അപ്പൊ ഭൂമി ഈ വീട്ടിലെ കുട്ടിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഭവാനിയുടെ ഭർത്താവിന്റെ ഏട്ടന്റെ കുട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഭൂമി ഈ വീട്ടിലെ കുട്ടിയാണ് എന്നുള്ളത് നമ്മുടെ അച്യുതൻ തിരിച്ചറിയണം. അങ്ങനെ അച്യുതൻ ഭവാനിയുടെ കണ്ണിപ്പെടാണ്ട് പതുക്കെ അവിടെ നിന്ന് ഒളിച്ചു പോണതും കറക്റ്റ് ഗേറ്റിന്റെ അവിടെ എത്തി മേളിലോട്ട് നോക്കണതും അച്യുതൻ കാണുന്ന മാധവിയാണ്, ഭവാനിയാണ്. അങ്ങനെ ഭവാനിയും അച്യുതനും തമ്മിൽ കാണാണ്. ഭവാനിയും പെട്ടെന്ന് ഞെട്ടിത്തെറിക്കണം, ഇയാളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഭവാനി പെട്ടെന്ന് ഇയാളെ വാച്യം പിടിക്കും. ഈ അച്യുതൻ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നേരെ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാനായിട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ പല പല കാര്യങ്ങളും ചിന്തിച്ച് അച്യുതൻ വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ അംബിക അവിടെ നിൽക്കും. ഇത് കൊള്ളാം, സാധനം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് പോയ ആൾ ഇതെന്താ ഇത്ര ലേറ്റ് ആയത്? ഒന്നുമില്ല, നമ്മുടെ മോൾ അവിടെ നിൽപ്പുണ്ട്, അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ പറഞ്ഞു, എനിക്കെന്തോ അംബികെ ഒരു വല്ലാത്തൊരു മനസ്സിനൊരു പ്രയാസം, നമ്മുടെ മോള് നമുക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള തോന്നല്. അപ്പൊ അംബിക ചോദിക്കും, എന്താ അച്ചുവേട്ടാ ഇത്? ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? എന്തു പറ്റി? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അച്ചുവേട്ടന് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ബുദ്ധിമുട്ട്. വന്നു കഴിഞ്ഞാൽ ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് അംബിക ചായ എടുക്കാൻ കയറി പോകണം കേട്ടോ. ഈ സമയം അച്യുതൻ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭൂമിയും പറയണത്. ഭൂമി വന്നു കഴിയുമ്പോഴത്തേക്ക് ഭൂമിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയാം. അപ്പം ഭൂമി സൗഭാഗ്യമല്ല, മുത്തശ്ശിയെ കുറിച്ചും അവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ നല്ലവരാണ്. എന്നിട്ട് ഭൂമി പറയും, നമുക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേച്ച, അതിനിപ്പോ ഞാൻ എവിടെ പോകാനടി മോളെന്ന് അച്യുതൻ ചോദിക്കും. നമുക്കൊരു മുത്തശ്ശി അങ്ങ് വാങ്ങിയാലോ? ഈ ചെറുമക്കളെ മുത്തശ്ശിമാരെ നോക്കാൻ പറ്റാണ്ടൊക്കെ കൊടുക്കാറില്ലേ, അങ്ങനെ നമുക്കൊരെണ്ണം മേടിച്ചാലോ? അപ്പൊ അച്യുതൻ ചിരിക്കും കേട്ടോ. അപ്പൊ അച്യുതൻ മനസ്സിലോർക്കും, മുത്തശ്ശിയും വല്യച്ഛനും വലിയ കുഞ്ഞമ്മ അങ്ങനെ അങ്ങനെ ഒരു വലിയ പരമ്പരാപരമായിട്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ് അവള്. അവൾക്ക് അതെല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ മോളെ ഇനി എന്തെങ്കിലും കാരണവശാൽ അവര് തട്ടിയെടുക്കുവോ, അല്ലെങ്കിൽ അവക്ക് എന്തെങ്കിലും അപായം പറ്റൂ എന്നൊക്കെ ഉള്ള ഒരു ഭീതിയാണ് നമ്മുടെ അച്യുതന്റെ മനസ്സിൽ. അപ്പൊ ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഇവിടെ തീരാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കാണാട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഇന്നത്തെ വിശേഷം എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല, ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.